सर ब्रेडमस का चाय. ഫുഡടിയൊക്കെ പുറത്തുനിന്ന് തന്നെ? വല്ലപ്പോഴും ചോറുന്താലും അങ്ങനെ എന്തെങ്കിലും വെക്കും. എൻ്റെ കല്യാണമൊന്നും എൻ്റെ പൊന്നോ അറിയില്ല എന്ന് മാത്രം പറയല്ലേ. ഏഴെട്ട് ദിവസമല്ലോ, രണ്ടും കൂടി ബീച്ചിലും പാർക്കിലും ആടിപ്പാടി നടക്കുന്നതല്ലാതെ വല്ല പ്രയോജനമുണ്ടോ? ആദ്യം അങ്ങനെ കൂട്ടുപിടിക്കാൻ ശ്രമിക്കാനല്ലേ പറഞ്ഞു. അതിനെന്തുമാത്രം ബുദ്ധിമുട്ടെന്ന് അറിയൂ. ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഇപ്പൊ അങ്ങാർക്ക് എന്നോടൊരു അടുപ്പവും വിശ്വാസവും ഒക്കെ ഉണ്ട്. ഇനി അത് വെച്ച് വേണം മുമ്പോട്ട് മൂവ് ചെയ്യാൻ. താൻ ശ്രമിക്കുന്നില്ലെന്നല്ല കിച്ചു പറഞ്ഞത്, സമയം തീർന്നുകൊണ്ടിരിക്കാൻ ഓർമ്മിപ്പിച്ചതാ. ഹാ, ഇതെങ്ങനെ ടൈം ടേബിൾ വെച്ച് അടിപിടി നടത്താൻ പറ്റുമോ? കുറെ കാലം നിങ്ങൾ ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യമല്ലേ. കുറച്ച് ക്ഷമ കാണിക്കുക. ക്ഷമയുടെ സമയമെല്ലാം കഴിഞ്ഞു. ഡേവിഡിന്റെ കഥ ഇതോടെ തീരും. ആ പാവത്തിനെ വെറുതെ വിട്ടൂടെ? അങ്ങേരെ എങ്ങനെയെങ്കിലും പഴച്ചോട്ടെ. പാവം. വിഷസർപ്പമാണ്, നിനക്കറിയില്ല. മക്ബൂൽ, ഇതിങ്ങനെ അന്തമില്ലാതെ നീട്ടിക്കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ലെന്ന് ഞാൻ പലതവണ പറഞ്ഞതാ. അയാളുടെ ഓർമ്മ കൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, അറിയാലോ. തമ്മിത്തല്ലി തീർന്ന അത്രയും പണി കുറഞ്ഞെന്നേ ഞങ്ങൾ കരുതിയിട്ടുള്ളൂ. പട്ടേലിനെ വിളിക്ക്. ഡേവിഡിനെ ഇനി വെച്ചോണ്ടിരിക്കണ്ട, ഇറങ്ങിപ്പോയ്ക്കോ. പിന്നൊരു കാര്യം, താൻ ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങളെ കണ്ടിട്ടില്ല, ഡേവിഡിനെയും. മനസ്സിലായോ? മാം, മാം പ്ലീസ് വാ ഇരിക്കേ. മറ്റൊരു പ്ലാൻ കൂടെയുണ്ട്. ഡേവിഡിനെ കൊണ്ട് ആ പഴയ യാത്രയുടെ റെപ്പീറ്റേഷൻ നടത്തണം. താനത് എങ്ങനെയെങ്കിലും പറഞ്ഞ് സാധിക്കണം. ബോംബെ ടു മാംഗ്ലൂർ. ഭാഗ്യമുണ്ടെങ്കിൽ ഉടുപ്പിയിൽ ആക്രമണം നടന്ന സ്ഥലം എത്തും മുന്നേ ഡേവിഡിന് എന്തെങ്കിലും ഓർമ്മ വന്നിരിക്കും. അവൻ്റെ ഓർമ്മയല്ല, ജീവനാണ് നിന്റെ കയ്യിൽ. അവർ ഡേവിഡിനെ കൊല്ലും അല്ലേ? ഒന്നും അധികം നീ അറിയാതിരിക്കുന്ന നല്ലതെന്ന് ഞാൻ മുമ്പേ പറഞ്ഞതല്ലേ. ആ മനുഷ്യനെ മരണത്തിന് ഒറ്റുകൊടുക്കലാണ് അപ്പൊ എൻ്റെ ജോലി. അവർ ഡേവിഡിനെ ഇനി അധികം നാൾ വെച്ചേക്കില്ല. നാശം. ഇതൊന്നും വേണ്ടാന്ന് ഞാൻ അന്നേ പറഞ്ഞല്ലേ കിച്ചു. നീ ഇപ്പൊ തന്നെ ഇത് വിട്ടേക്ക്. ആരെയെന്ന് വെച്ചാ വിളിച്ച് പറ. മതി ഈ ഇടപാട്. ഞാൻ ചെയ്താലും ഇല്ലെങ്കിലും അത് തന്നെ സംഭവിക്കും. ഡേവിഡിന് താൻ ആരാണെന്നൊരു തരി ഫീലെങ്കിലും കിട്ടിയ പിന്നെ ഇവന്മാർക്കൊന്നും അങ്ങനെ തൊടാൻ പറ്റില്ല, ഉറപ്പാ. ഓർമ്മ വന്നില്ലെങ്കിൽ എങ്കിൽ ഞാൻ അങ്ങേരോട് എല്ലാം തുറന്നു പറയും. എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ. അപ്പൊ നീയോ? പറക്കിച്ചോ, അപ്പൊ നീയോ?
നാട്ടിലേക്കൊരു യാത്ര തരപ്പെട്ടിട്ടുണ്ട്. ഒരു വണ്ടി തലശ്ശേരി കൊണ്ട് കൊടുക്കണം. ഫുൾ ചെലവും പിന്നെ അത്യാവശ്യം കുറച്ച് കാശും കിട്ടും. 2-3 ദിവസത്തെ കാര്യമേ ഉള്ളൂ. ഒറ്റയ്ക്ക് അത്രയും ദൂരം പോകാനൊരു ബോറും. അണ്ണൻ കൂടെ വരുന്നു. കല്യാണിയെ വിളിക്കുക. ഓ, അതിനോട് ചോദിച്ചെന്നേ. എപ്പോഴും ഉദ്യോഗം തിരക്കും തന്നെയാ. അണ്ണനും കൂടെ വന്നേ പ്ലീസ്. നാടൊക്കെ ഒന്ന് കാണാമല്ലോ. ഏയ്, എന്ത് നാട്? ഇതല്ലേ നാട്? എല്ലാരും മലയാളം പറയണ നാടില്ലേ അത്. വാണ നമുക്ക് പൊളിക്കാന്ന്. മാനേജറോട് ചോദിക്കണം, എന്താ പറയാന്നറിയില്ല. ഓ പിന്നെ 2 ദിവസം പോപ്കോൺ തിന്നില്ല എന്ന് വെച്ചാൽ ആരും ചത്തൊന്നും പോവില്ല. വാങ്ങേ. നാടിഷ്ടപ്പെട്ട അണ്ണൻ അവിടെ എവിടെയെങ്കിലും ജീവിക്കൂ ഇനിയുള്ള കാലം സന്തോഷമായിട്ട്. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഏയ് ചുമ്മാ. സാർ, കാറ് വന്നിട്ടുണ്ട്. അണ്ണാ ചാടി കയറ്. രാത്രിക്ക് മുമ്പ് ഗോവ പിടിക്കണം. എന്തോ ഇവിടെ എനിക്ക് കാണില്ലെന്നൊരു തോന്നൽ. എന്താണ് മിസ്റ്റർ, 2-3 ദിവസം കൊണ്ട് നമ്മളിങ്ങ് തിരിച്ചെത്തില്ലേ? ആ ബെൽറ്റ് ഇട്ടോ. സെറ്റ്. ഓക്കെ. അണ്ണന് കുറെ ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കാണുമല്ലേ? പഞ്ചാബ്, സിന്ധു, ഗുജറാത്ത്, മറാഠ, ദ്രാവിഡ, ഉത്കല. അറിയില്ലെന്നല്ലേ നിങ്ങൾ പറയണ്ട എന്റെ പൊന്നോ. അണ്ണന് വിശക്കുന്നുണ്ടോ? ഇല്ല? എന്നാ പിന്നെ ഒരു ചായ അടിച്ചാലോ? ക്ഷീണിച്ച്. കല്ലൂരിനെ വിളിക്കാം. तुमच्या गावात इलेक्ट्रिसिटी आहे आणि तुम्हाला काय बी प्रश्न येणार नाही आणि तुम्ही पाणी काय प्रॉब्लेम होणार नाही. ഞാൻ ഇവിടെ എവിടെയോ എത്തി. കുഴപ്പമൊന്നുമില്ലല്ലോ. ഏയ്, ഇതുവരെ വളരെ ശരിയാണ്. ചാച്ചാ ഭക്ഷണം കഴിച്ചോ? ദാ കഴിച്ചിറങ്ങിയേ ഉള്ളൂ. നീയോ? आपल्या गावामध्ये ശ്രദ്ധിച്ചു പോണേ. ഓ ശ്രീധരന്തോ കഴി, ഞാൻ വിളിക്കാം. तर रस्ते बी चांगले होऊन जाणार आहेत. जेव्हा आम्ही वीज आणली तेव्हा तुम्ही आम्हाला मदत केली. जेव्हा पाणी आणलं तेव्हा घराघरामध्ये नळामधून पाणी पोचलेलं आहे. आता आपण बघतोच आहे या गावाची प्रगती कशी काय व्हायला लागली. ते रस्ता आला आणि आपल्या गाड्या धावायला लागल्या की मग काय बघायला नको. काय हो, आमच्या मताला देणार की നമുക്ക് नाही? പോയാലോ?